ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. ആ കാർഡ്ബോർഡ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡ് ഭാഗം ഞാൻ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തന്നെയല്ല, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കൂടെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള എല്ലാ കാർഡ്ബോർഡിലോട്ടും നമ്മൾ 4 സൈഡും മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാർഡ്ബോർഡിലോട്ട് ഇതുപോലെ ഓരോ പെയിൻറ് അടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇനി കൂടുതൽ കളർ എടുക്കണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം യെല്ലോ കളർ എടുക്കുന്നതുകൊണ്ട് ഞാനിവിടെ റെഡ് കളറാണ് എടുക്കുന്നത്. അതുപോലെ ഓരോ കളറിനും ചേരുന്ന കളർ എടുത്ത് നമുക്ക് അതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. വരച്ചു കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും മാസികയിൽ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നൊക്കെ കിട്ടുന്ന പടങ്ങളില്ല, അത് വെട്ടി ഒട്ടിച്ചാലും മതി. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളും ഇലകളും ഒക്കെ ആയിട്ട് വരച്ചു കൊടുക്കാം. ചെറിയ ഡിസൈൻസ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും. ഒരുപാട് വലുത് കൊടുക്കുമ്പോൾ ആ ഡിസൈൻസ് മാത്രം എടുത്ത് കാണിക്കും. ഇനി നമുക്ക് അതിൻ്റെ നടുവിലോട്ട് നമുക്ക് വാക്കുകൾ എഴുതി കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സൈഡിലായിട്ടാണ് ഡിസൈൻ കൊടുത്തത്. ഇനി ഞാനിവിടെ ഒരു ഗോൾഡൻ കളർ എടുക്കുന്നുണ്ട്. ആ ഗോൾഡൻ കളർ വെച്ചിട്ടാട്ടോ ഞാനത് എഴുതി കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റെല്ലാ കളറുകളിലും നമ്മൾ ഓരോ ഡിസൈനും ഓരോ വാക്കുകളും ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. സെയിം വലിപ്പത്തിലാണ് കാർഡ്ബോർഡ് എല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് എല്ലാം ഒരേ വലിപ്പത്തിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കാം. അതിനുശേഷം അതാ ബാക്ക് സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് പശ തേച്ചിട്ട് അതിൻ്റെ പുറകിൽ ഇതുപോലെ രണ്ട് കാർഡ്ബോർഡിനെയും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ കാർഡ്ബോർഡിൻ്റെയും ബാക്ക് സൈഡിൽ ഇതുപോലെ ഓരോ പീസ് വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് 2 സൈഡിലും വേണം കേട്ടോ, അല്ലെങ്കിൽ അത് വളഞ്ഞും എങ്കോണിച്ചൊക്കെ പോകും, വൃത്തിയായിട്ടിരിക്കത്തില്ല. ഇതുപോലെ എല്ലാ സൈഡിലും നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം മുകളിലായിട്ട് നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു വള്ളി ഇങ്ങനെ ഞാൻ എടുക്കുന്നുണ്ട്, ഹാങ് ചെയ്യാൻ പാകത്തിന്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.